ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറെ പേരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഹെയർ കെയർ റൂട്ടീൻ ഒന്ന് കാണിക്കോ, ഹെയർ കെയർ റൂട്ടീൻ ചെയ്യുമോ എന്നൊക്കെയാണത്. സോ ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാവുന്ന. എനിക്ക് അങ്ങനെ പറയാനായിട്ട് അധികം ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഹെയറിൽ യൂസ് ചെയ്യാറ്. സോ അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എന്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഒരുപാടൊന്നും ഇല്ല, ഞാനത് നിങ്ങളെ തുറന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് ഞാൻ എന്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതിനകത്ത് മിക്കതും ബെയർ അനാട്ടമിയുടെ പ്രൊഡക്ട്സ് ആണ്. ബെയർ അനാട്ടമി നല്ലതാണോ എന്ന് ചോദിച്ചാൽ എന്റെ ഹെയറിന് ഇത് സ്യൂട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം ഓരോരുത്തരുടെ ഹെയറിന് പിടിക്കുന്നത് ഏതാ എന്നൊന്നും നമുക്ക് സ്യൂട്ട് ആകുന്ന ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹെയറിന് അത് സ്യൂട്ട് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വിഷ്കെയറിന്റെ ഒരു ഹെയർ ഗ്രോത്ത് സെറം ആണ്. ഈ സെറം എനിക്ക് ഹെയർ ഫോൾ വന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ്. എന്റെ ഹെയറിന് ഇത് നല്ല സ്യൂട്ട് ആയിരുന്നു, കാരണം എനിക്ക് ഹെയർ ഫോൾ വന്ന് കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു ഒരു 1 month ഒക്കെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ പക്ഷെ എനിക്ക് അത്യാവശ്യം കുറവുണ്ടായിരുന്നു, ഹെയർ ഫോൾ നല്ല അത്യാവശ്യം കുറവുണ്ടായിരുന്നു ഉപയോഗിച്ച്, അതിന്റെ ഹെയർ ഗ്രോത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ എന്റെ ഒരു കസിൻ സിസ്റ്ററിന് റെക്കമെൻഡ് ചെയ്തായിരുന്നു. പക്ഷെ എന്റെ കസിൻ സിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഹെയർ ഫോൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഹെയർ ഫോൾ ഇച്ചിരി കൂടിയെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സോ എനിക്കറിയില്ല ഇത് എല്ലാവരുടെയും ഹെയറിന് സ്യൂട്ട് ആവുമെന്നുള്ളത് എനിക്കറിയില്ല. ഓരോരുത്തരുടെയും ഹെയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ എന്റെ ഹെയറിന് ഇത് സ്യൂട്ട് ആയിരുന്നു, എനിക്ക് എല്ലാവരുടെയും കാര്യം അറിഞ്ഞുകൂടാ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ എക്സ്പീരിയൻസ് ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ബെറ്റർ പ്രൊഡക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സാലിസിലിക് ആസിഡ് ലോഷൻ ആണ്. ഇത് എനിക്ക് ഹെയർ ഗ്രോത്ത് ഹെയർ ഫോൾ വന്നപ്പോൾ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് രാത്രി, അതായത് ഒരു 8-10 തുള്ളി നമ്മൾ രാത്രി എടുത്തിട്ട് നമ്മൾ തലയിൽ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് രാവിലെ നമ്മൾ ഒരു ഷാമ്പൂ ഇട്ട് കഴുകിക്കളയണം. അതായിരുന്നു ഇത്, സാലിസിലിക് ആസിഡ് ലോഷൻ. നല്ലതായിരുന്നു, എന്റെ ഹെയർ ഫോൾ നല്ലോണം കുറവുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട്. ഡെർമറ്റോളജിസ്റ്റ് തന്നെ തന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷുവർ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വില വന്നിട്ട് 190 രൂപയാണ് വരുന്നത്. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. വന്നിട്ട് ബെയർ അനാട്ടമിയുടെ സ്കാൽപ് സ്ക്രബ് ആണ്. ഇത് നിങ്ങൾക്ക് ഹെയർ ഒന്ന് ക്ലീൻ ചെയ്യണം, നമ്മുടെ തല നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലൊരു പ്രൊഡക്റ്റാണ്, കാരണം നമുക്കിത് തേച്ചിട്ട് ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ, ഇത് സംഭവം ഞാൻ തുറന്ന് കാണിക്കാം നിങ്ങളെ. ഇത് കണ്ടോ, ഒരു ഷുഗർ സ്ക്രബ് പോലത്തെ ഒരു സാധനമാണ്, ഷുഗർ പോലെ ഇരിക്കും. ഇത് നമ്മൾ തലയിൽ തേച്ചിട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മണമാണ്. നമ്മൾ തലയിൽ തേച്ചിട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും, നല്ല തണുപ്പാകും തലയ്ക്ക്. പിന്നെ ഇത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെ നമ്മുടെ തലയോട്ടിയിലുള്ള എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ ബെയർ അനാട്ടമിയുടെ ഈ ഷാമ്പൂവും ലീവ്-ഇൻ കണ്ടീഷണറും ഈ സ്ക്രബും കൂടി എന്തോ ഒരു ഓഫറിന് ഞാൻ മേടിച്ചതായിരുന്നു. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 1100 അത്ര എന്തോ റേഞ്ചേ ആയുള്ളൂ, 3 പ്രൊഡക്ട്സും കൂടി. അല്ലല്ലോ, ഒരു സെറം കൂടി 4 പ്രൊഡക്ട്സും കൂടി അത്രേ ആയുള്ളൂ. പക്ഷെ നല്ല പ്രൊഡക്ട്സ് ആണ്, എനിക്കിഷ്ടമാണ്. ഷാമ്പൂ കണ്ടീഷണർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് നമുക്ക് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഹെയർ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് മാറി ഈ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്. ഇതിന്റെ സെറം നല്ലതാണ്, ആൻഡ് ഈ സ്ക്രബ്ബറും നല്ലതാണ്. ഇതിപ്പോ ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് യെസ് റോഷന്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണറും ഉണ്ട്. ഇത് ഞാൻ എന്റെ സിസ്റ്റർ ദുബായിൽ നിന്ന് ഞാൻ മേടിപ്പിച്ചതാ. എനിക്കിത് ഓൺലൈൻ ഇവിടെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല, അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവൈലബിൾ ആയിരിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയതാണ് ഇത്. കാരണം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് സിൽക്കി ഷൈനി അങ്ങനെ ഒരു ഇതിൽ കിടക്കും. ഒരുപാട് ഡ്രൈ ആകത്തൊന്നുമില്ല ഹെയർ. പ്രത്യേകിച്ച് ഈ കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ലതായിട്ട് നല്ല വേവി ആയിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് ഡ്രൈ ആകത്തോ ഫ്രിസി ഹെയർ ആകത്തൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ആണ് കേട്ടോ. ഇത് നല്ലതായിരിക്കും നിങ്ങളുടെ ഹെയറിന്. എല്ലാവർക്കും യൂസ് ചെയ്യാം, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. പിന്നെ നിങ്ങളിപ്പോ ഹെയർ ഫോൾ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഓയിലിന്റെ യൂസ് കുറയ്ക്കാൻ നോക്കുക. ഓയിലിന്റെ യൂസ് കുറയ്ക്കാന്നല്ല, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓയിലിന്റെ യൂസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ഈ ഓയിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റെഗുലർ ആയിട്ട് നല്ലൊരു മൈൽഡ് ഷാമ്പൂ ഇട്ട് വാഷ് ഔട്ട് ആക്കി കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരുന്നിരുന്ന് ഹെയർ ഫോൾ നമ്മുടെ കൂട്ടത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആകത്തില്ലേ എന്ന്. പക്ഷെ ഹെയർ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറം,
ഒരുപാട് സെറം ഉണ്ടല്ലോ, ലോറിയലിന്റെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ബെയർനാറ്റമിയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് സെറംസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെറം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഡ്രൈനസ് മാറ്റാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു സെറം, ഹെയർ സെറം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, റൂട്ടിൽ അപ്ലൈ ചെയ്യാതെ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മുടി ഡ്രൈ ആകത്തില്ല, നമ്മുടെ മുടി ഓയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ കിടന്നോളും. സോ അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് സെറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഹെയർ ഫോൾ തടയാനായിട്ടുള്ള വേറൊരു റെമഡി എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരുവിധം നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഉലുവ, പിന്നെ ഇത് അലോവേര ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിന്. അലോവേര നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ജെല്ല് എടുത്തിട്ട് വെറുതെ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്താലും അത് നല്ലതായിരിക്കും. ഹെയർ ഫോൾ ഒക്കെ നല്ലോണം അത് കുറയ്ക്കും. പിന്നെ അതിനൊപ്പം നിങ്ങൾക്ക് ഉലുവ അരച്ച് തേക്കാം, അല്ലെങ്കിൽ ഉലുവയും തൈരും അലോവേരയും കൂടെ മിക്സ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ്സ് നിങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ കുളിച്ചാൽ നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഹെയർ ഫോൾ നല്ലൊരു വിധത്തിൽ കുറയ്ക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഹെയറിൽ താരൻ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കുക. നിങ്ങൾ ഈ പാന്റീനിയ, ഡവ് അങ്ങനെയൊക്കെയുള്ള ഷാമ്പു അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഷാമ്പു യൂസ് ചെയ്ത് ഡാൻഡ്രഫ് മാറ്റുക. അപ്പൊ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹെയർ ഫോൾ കുറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് നോക്കാം. ഇത് നല്ലതാണ്. ഇത് നിങ്ങൾ രാത്രി നൈറ്റ് തേച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുവിധം ഹെയർ ഫോൾ കുറയുന്നതായിരിക്കും. ആൻഡ് ഈ വിഷ്കാന്റെ സെറം അത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഇതിൽ വിട്ടേക്കുവാണ്. കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർ ഫോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം എനിക്കിത് നല്ലതായിരുന്നു. പിന്നെ എന്റെ അസിസ്റ്റന്റിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഹെയർ ഫോൾ ഉണ്ടായി എന്നാണ്, കുറച്ചുകൂടി കൂടി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ഒരു 1 വീക്ക് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഹെയർ ഫോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഈ ഹെയർ ഫോൾ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പം കുറച്ച് കൂടിയൊക്കെ എല്ലാവർക്കും നോർമലി പൊഴിയും. അതായത് ഒരു 100 ഹെയർ സ്റ്റാൻഡ്സ് ഒക്കെ ഒരു ഡേ എല്ലാവർക്കും പൊഴിയും. അപ്പൊ ഈ ഹെയർ ഫോൾ ഒന്നാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ കൂടുതൽ സ്ട്രെസ് കൊടുക്കാതിരിക്കുക അതിനകത്ത്. കാരണം ഇതെല്ലാം എല്ലാവരുടെയും ലൈഫിൽ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഹെയർ ഫോൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്ത് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. കാരണം കൂടുതൽ സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ ഹെയർ ഫോളിന് അത് കാരണമാകും. അപ്പൊ നിങ്ങൾ കൂടുതലും അതിനകത്തേക്ക് ഇന്ന് ഇത്രയും മുടി പൊഴിഞ്ഞ് ഇരുന്ന് അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിയാം ഹെയർ ഫോൾ ഉണ്ടോ, ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയുള്ള റെമഡീസ് എന്തെങ്കിലുമൊക്കെ എടുക്കണം. അതിപ്പോ നമ്മുടെ ഹോം റെമഡീസ് തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങൾ പിന്നെയും അതിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഹെയർ ഫോൾ കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ റെമഡീസ് എടുക്കുക, പക്ഷെ അതിനകത്ത് അങ്ങ് ഒരുപാട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. സോ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എന്റെ ഹെയർ കെയർ റൂട്ടീൻ. ഞാൻ ഈ കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ഇനി നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് ഉണ്ടാക്കാം ഹെയർ ഫോൾ കുറയ്ക്കുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.